ശരി, അപ്പൊ നമുക്ക് തുടങ്ങാലോ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ലോജിക്കൽ ഇക്വാലൻസസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു, ലോജിക്കൽ കണക്റ്റീവ്സ് പറഞ്ഞു, ടോട്ടോളജി ആൻഡ് കോൺട്രഡിക്ഷൻ പറഞ്ഞു. ഇന്ന് നമുക്ക് ഇക്വാലൻസസ് ആണ് പഠിക്കേണ്ടത്. ഇക്വാലൻസ് കുറച്ച് ഫോർമുലയാണ്, അറിയാവുന്ന കുറച്ച് ഫോർമുലയാണ്. ആ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ ആൻസറിലേക്ക് എത്തിക്കാമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ആദ്യം നമ്മൾ ഇന്നലെ ചെയ്തത് ക്വസ്റ്റ്യൻ പോലെ ഒരു ചോദ്യം, ഫസ്റ്റ് ഒരു ചോദ്യം അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇക്വലൻസിലേക്ക് വരാം. ഒന്ന് ട്രൈ നോക്കൂ, ആൻസർ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടോട്ടോളജി? താഴെ കാണുന്നതിൽ ഏതാണ് ടോട്ടോളജി? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടോട്ടോളജി? P implies P or Q, P and negation Q, P implies P and Q, P or Q implies P and Q. ഇതിൽ ഏതാണ് ടോട്ടോളജി വരുന്നത് എന്നാണ് ചോദ്യം. അതായത് പിയും ക്യൂവും എന്തായാലും ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് വരുന്നത്. ഒബ്വിയസ്ലി നമുക്ക് എന്തല്ല എന്ന് പറയാം, ഓപ്ഷൻ ബി അല്ല എന്ന് പറയാം. ഇറ്റ് ഇസ് നോട്ട് എ ടോട്ടോളജി. ഓപ്ഷൻ ബി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട, കാരണം ആൻഡ് ആണ്, രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഒന്ന് പിയും പിന്നെ ഒന്ന് നെഗേഷൻ ക്യൂ ആണ്. ഓക്കെ, ഇത് പി എസ് സിയുടെ തന്നെ ചോദ്യമാണ് കേട്ടോ, പി എസ് സിയുടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണിത്. അപ്പൊ ബി അല്ല എന്ന് നമുക്ക് പറയാം. പിന്നെ ബാക്കി ആരൊക്കെയാണ് എന്നുള്ളത് നോക്കൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആവും, അതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും? നമുക്ക് ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കാം. എളുപ്പത്തിൽ നമുക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കുകയാണ് നമുക്ക് നല്ലത്, അല്ലെ? പി ഇംപ്ലൈസ് പി ഓർ ക്യൂ. ഇതിനകത്ത് മോഡിഫൈ ചെയ്ത് എഴുതിയാൽ മതി നിങ്ങൾ. ഫോൾസ് ഫോൾസ്, ഫോൾസ് ട്രൂ, ട്രൂ ഫോൾസ് ആൻഡ് ട്രൂ ട്രൂ. ഓർ എടുക്കുമ്പോൾ ഇത് മാത്രം ഫോൾസ്, ബാക്കിയെല്ലാം ട്രൂ, അല്ലെ? ഇനി പി ഓർ ക്യൂ, പി ഇംപ്ലൈസ് പി ഓർ ക്യൂ, പി ഇംപ്ലൈസ് പി ഓർ ക്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ പിയുടെ രണ്ട് ഫോൾസ് സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ ഉണ്ട്, അതിന് ഒബ്വിയസ്ലി ഇതിന്റെ വാല്യൂ ട്രൂ ആയിരിക്കും. പിന്നെ രണ്ട് ട്രൂ ആണ്, അപ്പൊ നോക്കേണ്ടത് പി ഓർ ക്യൂ ആണ്. പി ഓർ ക്യൂ രണ്ടിലും ട്രൂ ആയതുകൊണ്ട് ഇറ്റ് ഇസ് എ ടോട്ടോളജി. ഫസ്റ്റ് വൺ ഇസ് എ ടോട്ടോളജി. ഓപ്ഷൻ എ തന്നെയാണ് ടോട്ടോളജി ആയിട്ട് വരുന്നത്, അല്ലെ? ബി അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കാരണം പി ആൻഡ് നെഗേഷൻ ക്യൂ ആണ്. പി ട്രൂ ആവുമ്പോൾ ക്യൂ ട്രൂ ആകുമ്പോൾ, രണ്ടും ട്രൂ ആവുന്ന കേസിൽ ഇത് ഫോൾസ് ആയിരിക്കും ഒബ്വിയസ്ലി. അല്ലെങ്കിൽ പി ഫോൾസ് ആണെങ്കിൽ ഇത് എന്തായാലും ഫോൾസ് ആയിരിക്കും എപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഇത് ടോട്ടോളജി നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ പി ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ മാത്രമേ ട്രൂ വരുള്ളൂ. അവിടെ ഈ ഒരു സ്ഥലത്ത് നമുക്കിപ്പോൾ പി ആൻഡ് ക്യൂ എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നത്തിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പി ആൻഡ് ക്യൂ എഴുതുമ്പോൾ ഇവിടെ മാത്രമാണ് ഇവിടെ മാത്രമാണ് ട്രൂ വരിക, ബാക്കിയുള്ളിടത്തെല്ലാം എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും, അല്ലെ? ഇനി പി ആൻഡ് എടുക്കുമ്പോൾ ഇത് കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല, ഇവിടെയാണ് പ്രശ്നം. ഇവിടെ ട്രൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുക, അപ്പൊ ഇത് ഫോൾസ് ആണ്, അപ്പൊ ഫോൾസ് വരും, അപ്പൊ ഇത് ടോട്ടോളജി ആവില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നും വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ? അതുപോലെ ഇത് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ദെൻ നമുക്ക് എന്താണ് ലോജിക്കൽ ഇക്വാലൻസ് എന്ന് നോക്കാം. ലോജിക്കൽ ഇക്വാലൻസസ് എന്താണ്? ലോജിക്കൽ ഇക്വാലൻസ്, രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴാണ് ലോജിക്കലി ഇക്വലന്റ് ആണ് എന്ന് പറയാം? എപ്പോഴാണ് പറയുക? അതായത് S1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് S2നോട് ഈക്വൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ S1 ട്രൂ ആവുമ്പോൾ S2 ട്രൂ ആയിരിക്കണം, S2 ഫോൾസ് ആവുമ്പോൾ S1 ഫോൾസ് ആയിരിക്കണം. രണ്ടും ഒരേ വാല്യൂ ആയിരിക്കണം നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരേണ്ടത് ഒരേ കേസുകളിൽ. S1 ട്രൂ ആണെങ്കിൽ S2 ട്രൂ, S1 ഫോൾസ് ആണെങ്കിൽ S2 ഫോൾസ്. ഒരേ ട്രൂത്ത് ടേബിൾ, രണ്ടിന്റെയും ട്രൂത്ത് ടേബിൾ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഒരേ വാല്യൂ കിട്ടുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ എന്ത് പറയാം? ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയാം. അത് ഇങ്ങനെയാണ് നമ്മൾ നൊട്ടേഷൻ ആയിട്ട് ഡിനോട്ട് ചെയ്യുക. S1 ഇസ് ഇക്വാലന്റ് ടു S2. രണ്ട് സൈഡിലേക്കും ആരോ, ഡബിൾ ആരോ ആണ് വരിക. ഓക്കെ, S1 ഇസ് ഇക്വാലന്റ് ടു S2. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഇതൊരു ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. P ഇംപ്ലൈസ് Q ആൻഡ് Q ഇംപ്ലൈസ് P. അത് എന്തിനോട് ഈക്വലന്റ് ആണ്? P ഇഫ് ആൻഡ് ഓൺലി ഇഫ് Qനോട് ഈക്വലന്റ് ആണ്. ചെക്ക് ചെയ്ത് നോക്കാം. P ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കിയാൽ മതി. ഓക്കെ, P Q നമുക്ക് വേണ്ടത് P ഇംപ്ലൈസ് Q വേണം, പിന്നെ Q ഇംപ്ലൈസ് P വേണം. ഇനി ഇത് A ആണ്,
ഇത് ബി ആണെങ്കിൽ എ ആൻഡ് ബി വേണം അല്ലേ. പിന്നെ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ, അത് നമുക്ക് അറിയാം, അതിൻ്റെ ഔട്ട്പുട്ട് എഴുതാം. നോക്കുക ഓരോന്നായിട്ട്. ഫാൾസ് 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 ട്രൂ ട്രൂ ഫാൾസ്. നിങ്ങൾ 0 1 എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിക്കോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പി ഇംപ്ലൈസ് ക്യൂ, ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കണ്ട, അത് ട്രൂ ആയിരിക്കും, കാരണം പി ഫാൾസ് ആണ്. ഇനി ഇവിടെ മാത്രം നോക്കാം, ഫാൾസ് ആവുന്ന ക്യൂ ആണ് ഔട്ട്പുട്ട് ആയിട്ട് എഴുതുന്നത്, ഇവിടെ ട്രൂ ആവുന്ന ക്യൂ ആണ് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് എഴുതുന്നത്. ഇനി ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുമ്പോൾ ഫാൾസ് ആണ്, അപ്പുറത്തേക്ക് നോക്കണ്ട, ട്രൂ. ട്രൂ ആണ്, അപ്പുറത്തേക്ക് നോക്കുക, അത് ഫാൾസ്. ഇവിടെ ഫാൾസ് ആണ്, നോക്കണ്ട, ട്രൂ എഴുതുക. ട്രൂ ആണ്, ഇവിടെ നോക്കുക, ട്രൂ എഴുതുക. ഓക്കെ, ഇത് രണ്ടിനെ ഇവിടെ ആൻഡ് ആണ് എടുക്കേണ്ടത്. ഇറ്റ് വിൽ ബി ട്രൂ ഫാൾസ് ഫാൾസ് ആൻഡ് ട്രൂ അല്ലേ. ദെൻ ലാസ്റ്റ് വൺ നിങ്ങൾക്ക് അറിയാം, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എങ്ങനെയാണ് ട്രൂ ആവുന്നത്? രണ്ടിനും ഒരേ വാല്യൂ വരുമ്പോൾ പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ അത് ട്രൂ ആയിരിക്കും, പിയും ക്യൂവും ഫാൾസ് ആണെങ്കിൽ അത് ഫാൾസ് ആയിരിക്കും. Therefore this will be true and true. ഇവിടെയും ട്രൂ വരും, ഇവിടെ രണ്ട് സ്ഥലത്തും ഫാൾസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, ഇത് രണ്ടും ഈക്വലന്റ് അല്ലേ? ഇത് ഈ കാണുന്നത് ട്രൂ ട്രൂ ഫാൾസ് ഫാൾസ് ട്രൂ ട്രൂ ഫാൾസ് ഫാൾസ് അല്ലേ? രണ്ടും എന്താണ്? ഈക്വലന്റ് ആണ്. ക്ലിയർ? സുമപടി കിട്ടിയോ? അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഈക്വലന്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഇനി ഈക്വലന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേറൊരു വഴിയും കൂടെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ എ ഈക്വലന്റ് ടു ബി ആണെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് പോകേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഇപ്പോൾ S1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് S2നോട് ഈക്വലന്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ S1 ഇംപ്ലൈസ് S2 എന്തായാൽ മതി? ഒരു ടോട്ടോളജി ആയാൽ മതി. S1 ഇംപ്ലൈസ് S2 ഒരു ടോട്ടോളജി ആയാൽ മതി. മനസ്സിലായോ? S1 ഈസ് ഈക്വലന്റ് ടു S2 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ S1 ഇംപ്ലൈസ് S2 ടോട്ടോളജി ആണെങ്കിലും നമ്മൾ എന്ത് പറയും? S1 ഇസ് ഈക്വലന്റ് ടു S2 എന്ന് പറയും. ഇതാണ് നമ്മുടെ S1, ഇതാണ് നമ്മുടെ S2. ഇതിൽ നോക്കി നോക്കിയാൽ നിങ്ങൾ ആ ഒരു ഇംപ്ലൈസ് S1 ഇംപ്ലൈസ് S2 ട്രൂ ആണ്, അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് ട്രൂ. ഇവിടെ ഫാൾസ് ആണ്, നോക്കണ്ട, ട്രൂ ആണ് ഔട്ട്പുട്ട്. ഇവിടെയും ഫാൾസ് ആണ്, നോക്കണ്ട, ട്രൂ ആണ് ഔട്ട്പുട്ട്. ഇവിടെ ട്രൂ ആണ്, ഇവിടെയും ട്രൂ ആണ് അല്ലേ? ഇവിടെ ട്രൂ ആകുമ്പോൾ ഇപ്പുറത്തും ട്രൂ ആവും. ഇവിടെ ഫാൾസ് ആകുമ്പോൾ പിന്നെ നമുക്ക് ട്രൂ ആണോ ഫാൾസ് ആണോ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒബ്വിയസ്ലി അത് ട്രൂ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ S1 ഇംപ്ലൈസ് S2 ട്രൂ ആണെങ്കിലും ടോട്ടോളജി ആണെങ്കിലും നമ്മൾ എന്ത് പറയും? S1 ഇസ് ഈക്വലന്റ് ടു S2 എന്ന് പറയും. ഓക്കെ, ഈക്വലന്റ് സ്റ്റേറ്റ്മെന്റ്സിന്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഈസി അല്ലേ? ഈക്വലന്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഒരു മിനിറ്റ്. കൺഫ്യൂഷൻ ഇല്ല. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കൂ. നെഗേഷൻ P or Q and P or Q and negation P and Q. ഇത് രണ്ടും ഈക്വലന്റ് ആണോ എന്നാണ് ചോദ്യം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈക്വലന്റ് ആണോ എന്നുള്ളത്. ചില കേസുകളിലൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് നമ്മൾ ഈക്വലൻസിന്റെ കുറെ റൂൾസ് ഒക്കെ ഉണ്ട്. ആ റൂൾസ് ഒക്കെ നമ്മൾ പഠിച്ച ലോ ഓഫ് ഈക്വലൻസ് പഠിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതൊക്കെ പഠിച്ച കുറച്ച് ഇക്വേഷൻസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കുറേയൊക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പറഞ്ഞ ഡിമോർഗൻസ് ലോ, അങ്ങനെ കുറച്ച് ലോകളൊക്കെ ഉണ്ടല്ലോ, അബ്സോർപ്ഷൻ ലോ, അസോസിയേറ്റീവ് ലോ. ആ ലോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും ട്രൂത്ത് ടേബിൾ ഇല്ലാണ്ട് തന്നെ. ചിലതൊക്കെ നമ്മൾ ട്രൂത്ത് ടേബിൾ ആണ് ഏറ്റവും എളുപ്പം. നമുക്ക് പിയും ക്യൂ ആണെങ്കിൽ ആകെ 4 എണ്ണല്ലേ വരയ്ക്കേണ്ടുള്ളൂ. പി ക്യൂ. ഇനി പി ഓർ ക്യൂ, നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഇനി പി ഓർ ക്യൂ ഇവിടെ ഉണ്ട്, ഇനി പി ആൻഡ് ക്യൂ വേണം, നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ വേണം. ഇനി വി ക്യാൻ ടേക്ക് ദിസ് ആസ് എ ആൻഡ് ദിസ് വൺ ആസ് ബി. അപ്പോൾ എ ആൻഡ് ബി വേണം. ഇത്രയാണ് വേണ്ടത് നമുക്ക്. ഫാൾസ് 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 ട്രൂ ട്രൂ ഫാൾസ് ട്രൂ ട്രൂ. ഓറാണ്, ഇത് മാത്രം ഫാൾസ്, ബാക്കിയെല്ലാം ട്രൂ. നെഗേഷൻ ആണ് അതിൻ്റെ എടുക്കേണ്ടത്, ഇത് ട്രൂ, ബാക്കിയെല്ലാം ഫാൾസ്.
ഇത് ആൻഡ് ആണ്, ഇവിടെ മാത്രം ഫാൾസ്, സോറി ഇവിടെ മാത്രം ട്രൂ, ബാക്കിയെല്ലാം ഫാൾസ് അല്ലേ? ആൻഡ് എടുക്കുമ്പോൾ ട്രൂ ആൻഡ് ട്രൂ മാത്രമാണ് ട്രൂ ആവുന്നത്, ബാക്കിയെല്ലാം ഫാൾസ്. അങ്ങനെ നെഗേഷൻ എടുത്താൽ ഇത് ട്രൂ, ഇത് ട്രൂ, ഇത് ട്രൂ, ഇത് ഫാൾസ്. രണ്ടിനും ഇവിടെ ആൻഡ് എടുക്കേണ്ടത്, ഇതിന്റെയും കൂടെ ആൻഡ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ ഫാൾസ്, ഇവിടെയോ ട്രൂ. പിന്നെ ഇവിടെ ട്രൂ, ഇവിടെയും ഫാൾസ്. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കണേ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നോക്കണേ. ഇവിടെ പി ആൻഡ് ക്യൂ ആൻഡ് നെഗേഷൻ പി ആൻഡ് ക്യൂ, പി ഓർ ക്യൂ ആൻഡ് നെഗേഷൻ പി ഓർ ക്യൂ, പി ആൻഡ് ക്യൂ നെഗേഷൻ പി ആൻഡ് ക്യൂ, ഇതിന്റെ ആൻഡ് ആണ് എടുക്കുന്നത്. ഇത് ഫാൾസ്, ഇത് ട്രൂ, ഇത് ട്രൂ ആൻഡ് ദിസ് വൺ ഇസ് ഫാൾസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദിസ് ഇസ് അവർ S1. ഇതായിരുന്നു S1, ഇതായിരുന്നു S1 അല്ലേ? S1 ആൻഡ് ദിസ് ഇസ് S2. നോക്കിയോക്കെ, ഒരേ വാല്യൂ ആണോ കിട്ടുന്നത്? അല്ലല്ലോ, ഒരേ വാല്യൂ അല്ല. Therefore S1 is not equivalent to S2. S1 ഉം S2 എന്തല്ല, ഈക്വലന്റ് അല്ല എന്ന് പറയും. ഒരേ വാല്യൂ അല്ല നമുക്ക് കിട്ടുന്നത്. S1ന്റെ വാല്യൂ ട്രൂ ആകുമ്പോൾ S2 ഫാൾസ് ആണ് വരുന്നത്. ഒരേ വാല്യൂ വരണം, എന്നാലേ അതെന്താവുള്ളൂ, നമുക്ക് ഈക്വലന്റ് ആയിട്ട് പറയാൻ പറ്റും. ഇതും ഇംപ്ലിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. S1 implies S2 എന്ന് പറഞ്ഞ ടോട്ടോളജി അല്ല അല്ലേ? ഫസ്റ്റ് കേസ് തന്നെ അത് വയലേറ്റ് ചെയ്യും. S1 ട്രൂ ആണ്, അപ്പൊ S2ന്റെ വാല്യൂ ആണ് ഔട്ട്പുട്ട് ആയിട്ട് എഴുതുന്നത്. S2 ഫാൾസ് ആണ്, അവിടെ ടോട്ടോളജി വരില്ല. അപ്പൊ ദിസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് ഈക്വലന്റ്. ഇത് ഈക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇതെല്ലാവരും വീട്ടിലൊക്കെ ഇരുന്നാണോ കാണുന്നേ, അതോ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇരുന്നാണോ കാണുന്നേ? അങ്ങനെയാകുമ്പോൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് മിണ്ടാണ്ടിരുന്ന് നമ്മൾ ക്ലാസ് കേൾക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ അല്ലേ? വീട്ടിലൊക്കെ ഇരുന്നാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പ് വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ടൈപ്പ് ചെയ്യലേ വേണ്ടു. ക്ലിയർ ആണ്? ഓക്കെ, ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? കോളേജുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട്? കോളേജുകളിലും സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഇതിൽ ആരെങ്കിലും ഉണ്ടോ ഇതിൽ ഇപ്പം ലൈവ് കാണുന്ന? അപ്പൊ ഇതൊക്കെയാണ്, ഇതിൽ കുഴപ്പമൊന്നുമില്ല. ദേ ആർ നോട്ട് ഈക്വലന്റ്. ഈക്വലന്റ് അല്ല, നോട്ട് ഈക്വലന്റ്, നോട്ട് ഈക്വലന്റ്, ഈക്വലന്റ് അല്ല എന്ന് മനസ്സിലായി. അടുത്തത്, ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, ഇത് രണ്ടും ഈക്വലന്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഈക്വലന്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. P implies Q is equivalent to negation P or Q. നെഗേഷൻ P or Qനോട് ഈക്വലന്റ് ആണ്. P implies Q എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. P implies Q, negation P or Q. 0 0 0 1 1 0 1 1. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇങ്ങനെയും പഠിക്കാം കേട്ടോ. 0 0 ഇത് 1, ഇംപ്ലിക്കേഷൻ ആണ് 1 1. ഇവിടെ നോക്കുക 0 ആൻഡ് 1. ഇങ്ങനെ എഴുതി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൂ ഫാൾസിലേക്കും വന്നോളൂ കേട്ടോ. ട്രൂ ഫാൾസും അല്ലെങ്കിൽ 0 1 ഇത് വേണമെങ്കിൽ എഴുതാം. 1 സ്റ്റാൻഡ്സ് ഫോർ ട്രൂ ആൻഡ് 0 സ്റ്റാൻഡ്സ് ഫോർ ഫാൾസ്, അറിയാലോ. ഇതിന്റെ നെഗേഷൻ ആണ് പിയുടെ 1 1 0 0. നെഗേഷൻ P ഓർ Q, ഇവിടെ 1 ഇവിടെയും 1. ഇതിൽ നോക്കുമ്പോൾ നെഗേഷൻ Q കൂടെ നോക്കണം. ഇത് 0 ആൻഡ് ദിസ് വൺ ഇസ് 1. ഇനി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഈക്വലന്റ് ആണ്. P implies Q, ഇതാണ് P implies Q. നെഗേഷൻ P ഓർ Q, ഓക്കെ, ഇവിടെ ട്രൂ ഇവിടെയും ട്രൂ, ഇവിടെ ട്രൂ ഇവിടെ ട്രൂ, ഇത് ഫാൾസ് ഇത് ഫാൾസ്, ഇത് ട്രൂ ഇത് ട്രൂ. ഓക്കെ, ദേ ആർ ഈക്വലന്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ദേ ആർ ഈക്വലന്റ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഈക്വലന്റ്. ഓക്കെ, അടുത്ത നോക്കാം. P implies Q and R എന്ന് പറയുന്നത് P implies Q and P implies R നോട് ഈക്വലന്റ് ആണെന്നാണ് പറയുന്നത്. നോക്കി നോക്കാം നമുക്ക്. P Q R, Q and R, P implies Q and R. ഇത്ര എടുത്തു.
P implies Q and P implies R. Next one we can take it, this is A, this one is B. A and B. Okay, ഇത്ര എഴുതുന്നുണ്ട്. നോക്കാം. ഇത് ട്രൂത്ത് ടേബിൾ എഴുതുമ്പോൾ വാല്യൂ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് 4 എണ്ണം ട്രൂ എഴുതും നമ്മൾ. 4 എണ്ണം ഫാൾസ് എഴുതുക. 1 ഉം 0 ആയിട്ട് എഴുതുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 4 എണ്ണം ഫാൾസ് എഴുതുക. ഫാൾസ്, 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 ഫാൾസ്. 4 എണ്ണം ട്രൂ. 1, 2, 3, 4. ഓക്കെ. അടുത്തത് 2 എണ്ണം ഫാൾസ്, 2 എണ്ണം ട്രൂ. 2 എണ്ണം ഫാൾസ്, 2 എണ്ണം ട്രൂ. ഇനി ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഫാൾസ്, ട്രൂ, false, true, false, true, false, true എഴുതാം. ഇനി ഓർ സോറി ആൻഡ് ആണ്, പി ആൻഡ്. അപ്പോൾ ദിസ് ഇസ് false, 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 true, false, false, false and true. ഓക്കെ. ഇനി പി ഇംപ്ലൈസ് ക്യു ആൻഡ് ആർ. പി ഇംപ്ലൈസ് ക്യു ആൻഡ് ആർ. ആദ്യത്തെ 4 എണ്ണം ട്രൂ ആയിരിക്കും. ട്രൂ, 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 ട്രൂ. പിന്നെ വരുന്നത് ട്രൂ ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ എന്താ നോക്കുക, ഫാൾസ്. ദിസ് ഇസ് ഫാൾസ്. ഇവിടെയും ട്രൂ ആണ്, ഫാൾസ്. ഇവിടെയും ട്രൂ ആണ്, ഇറ്റ് വിൽ ബി ഫാൾസ്. ആൻഡ് ഇവിടെ ട്രൂ ആണ്, ഇവിടെയും ട്രൂ ആണ്, ഇറ്റ് വിൽ ബി ട്രൂ. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് S1. ഓക്കെ. ഇനി അടുത്തത് S2 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എഴുതുന്നത് P implies Q. P implies Q. ആദ്യത്തെ 4 എണ്ണം ട്രൂ. പിന്നെ 4 എണ്ണം നോക്കുക, ഇത് ട്രൂ ആണ്. ഇപ്പൊ ഇത് ഫാൾസ്, ഫാൾസ്, ട്രൂ, ട്രൂ. ഫാൾസ്, ഫാൾസ്, ട്രൂ, ട്രൂ വരും അല്ലേ. ഈ P implies R. ആദ്യത്തെ 4 എണ്ണം ട്രൂ. പിന്നെ അടുത്തത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഫാൾസ്, ട്രൂ, ഫാൾസ്, ട്രൂ വരും. ഫാൾസ്, ട്രൂ, ഫാൾസ്, ട്രൂ വരും. ഇതിന് രണ്ടിൻ്റെയും കൂടെ ആൻഡ് ആണ് എടുക്കേണ്ടത്. ദിസ് ഇസ് ട്രൂ, ദിസ് വൺ ഇസ് ട്രൂ, ദിസ് ഇസ് ട്രൂ, ട്രൂ, ഫാൾസ്, ഫാൾസ്, ഫാൾസ് ആൻഡ് ട്രൂ. ശരിയല്ലോ? ഓക്കെ അല്ലേ? നോക്കി നോക്കിയേ. S1 ഉം S2 ഉം കറക്റ്റ് അല്ലേ? ഈക്വലന്റ് അല്ലേ? ദിസ് ഇസ് S2. S2. S1 and S2 have same outputs. അല്ലേ? കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ. ഇത് എന്തെന്ന് വെച്ചാൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് സമയം എടുക്കും അല്ലേ? ട്രൂത്ത് ടേബിളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാനായിട്ട് പഠിക്കണം. 0, 1 ഫാൾസ്, 2 ഒക്കെ വെച്ച് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാനായിട്ട് പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. അത് ട്രൂത്ത് ടേബിൾ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടോ ഉള്ള ചോദ്യങ്ങളായിരിക്കാം. കൊലൻസിന്റെ സിംപ്ലിഫിക്കേഷൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതല്ലെങ്കിൽ ഇതിന്റെ ഡ്യുവാലിറ്റിയും ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളും വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അത്രയേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാൻ. പിന്നെ കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാപോസിറ്റീവ് ആണ്. ഭാഗ്യത്തിന് ഇതിൽ ഇൻഫറൻസ് റൂൾസ് ഒന്നും പഠിക്കാനില്ല നമുക്ക്. ഇൻഫറൻസ് റൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കുറെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേനെ. അത്രയൊന്നും ഇല്ല. ഇൻഫറൻസ് റൂൾസിന്റെ ഭാഗത്തേക്കൊന്നും പോകണ്ട. ക്വാണ്ടിഫയേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത് എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഓക്കെ, റൈറ്റ്. ഇത് കിട്ടിയല്ലോ എല്ലാവർക്കും? ബുദ്ധിമുട്ടുകളില്ലല്ലോ? ദെൻ ഇതുപോലെയുള്ള ഇക്വലൻസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? കുറച്ച് റൂൾസ് യൂസ് ചെയ്യും. ഓക്കെ, ആ റൂൾസ് നമുക്ക് ഒന്ന് നോക്കാം. ലോ ഓഫ് ലോജിക് ഓരോന്നോരോന്നായിട്ട് എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് അറിയാവുന്ന റൂൾസ് തന്നെയാണ്, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നമ്മൾ പഠിക്കണം. ഫസ്റ്റ് വൺ, ഡബിൾ നെഗേഷൻ. ഡബിൾ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 നെഗേഷൻസ് ഒന്നിച്ച് വന്നാൽ പോസിറ്റീവ് ആവും. നമ്മൾ സ്കൂൾ മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് അല്ലേ? അപ്പോൾ പി നെഗേഷൻ പി നെഗേഷൻ പി, നെഗേഷൻ ഓഫ് നെഗേഷൻ പി എസ് പി, നെഗേഷൻ ഓഫ് നെഗേഷൻ പി എസ് പി. അത് പ്രത്യേകിച്ച് ഇനി പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പി നെഗേഷൻ പി, ഇത് ട്രൂ, ഇത് ഫാൾസ്, ഇത് ഫാൾസ്, ഇത് ട്രൂ അല്ലേ? നെഗേഷൻ ഓഫ് നെഗേഷൻ പി, ഈ ഇതിന്റെ നെഗേഷൻ ട്രൂ ആൻഡ് ഫാൾസ്, രണ്ടും ഈക്വൽ ആണ് അല്ലേ? ട്രൂ ട്രൂ, ഫാൾസ് ഫാൾസ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നെഗേഷൻ ഓഫ് നെഗേഷൻ പി എസ് പി ഒന്ന്. രണ്ടാമത്തെ ഡിമോർഗൻസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിക്കണം. ഒരുപാട് സൊല്യൂഷൻസിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന
ഒരു സാധനമാണ്. നിങ്ങൾ സ്കൂൾ മുതലേ ഡിമോർഗൻസ് ലോ സെറ്റിലും മറ്റ് ഗേറ്റ്സിലും ഒക്കെ പഠിച്ചു വെച്ചിട്ട് പോയിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, ലോജിക്സിൽ പഠിക്കാനും ഒരു ഇഷ്യൂ ഇല്ല. നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ഈസ് ഇക്വലൻ ടു നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. അതായത് നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ, പി ആൻഡ് ക്യൂവിന്റെ നെഗറ്റീവ് എന്തായിട്ട് മാറും? നെഗറ്റീവ് പിന്റെയും നെഗറ്റീവ് ക്യൂവിന്റെയും ആൻഡ് ആയിട്ട് മാറും, ഓർ ആൻഡ് ആയിട്ട് മാറും, പിയും ക്യൂവും നെഗറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, അതൊരു ഡിമോർഗൻസ് ലോ. ഒരെണ്ണം കൂടി ഉണ്ട്. നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഇസ് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത്. വെരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ട്രൂത്ത് ടേബിൾ ഒക്കെ യൂസ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാം. പിയും ക്യൂവും, പിന്നെ പി ഓർ ക്യൂ, നെഗേഷൻ പി ഓർ ക്യൂ, നെഗേഷൻ പി, നെഗേഷൻ ക്യൂ, നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. ഫാൾസ്, ഫാൾസ്, ഫാൾസ് ട്രൂ, ട്രൂ ഫാൾസ്. ഇത് ചെക്ക് ചെയ്യേണ്ട, വെരിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഓർ എടുക്കുമ്പോൾ ഇവിടെ മാത്രം ഫാൾസ്, ബാക്കിയെല്ലാം ട്രൂ. അതിന്റെ നെഗേഷൻ എടുത്താൽ ഇത് മാത്രം ട്രൂ, ബാക്കിയെല്ലാം ഫാൾസ്. മാത്രം ട്രൂ, ബാക്കിയെല്ലാം ഫാൾസ്. പിയുടെ നെഗേഷൻ ട്രൂ ട്രൂ, ഫാൾസ് ഫാൾസ്. ക്യൂവിന്റെ നെഗേഷൻ ട്രൂ ഫാൾസ്, ട്രൂ ഫാൾസ്. അതിന്റെ ആൻഡ് ഇത് ട്രൂ, ബാക്കിയെല്ലാം ഫാൾസ്. അല്ലേ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇത് കിടക്കുന്നു. ട്രൂ ട്രൂ, ഫാൾസ് ഫാൾസ്, ഫാൾസ് ഫാൾസ്, ഫാൾസ് ഫാൾസ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഈക്വലന്റ് ആണ്. ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അറിയാവുന്നതാണ്. ഡിമോർഗൻസ് ലോ പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് സൈഡും നിങ്ങൾക്ക് പഠിക്കാം. നെഗേഷൻ സെക്കൻഡ് ഫോർമുലയും പഠിക്കാം. നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഈസ് ഇക്വലന്റ് ടു നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് പകരം ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ തന്നെയാണ് ഇക്വലന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈക്വൽ തന്നെയാണ് നമ്മൾ പറയുക. ഈക്വൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇക്വലന്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ലോജിക്കലി പറയുക, അത്രേ ഉള്ളൂ. ഈക്വൽ ടു യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് പകരം ഇതും ഇതിന് പകരം ഇതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എവിടെയും, സിംപ്ലിഫിക്കേഷനിലൊക്കെ. ഓക്കെ, അതാണ് ഡിമോർഗൻസ് ലോ. അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത് നിങ്ങൾ ഇതുപോലെ ട്രൂത്ത് ടേബിൾ വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ, കമ്മ്യൂട്ടേറ്റീവ് ലോസ്. അറിയാലോ, എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ എന്ന് പറയുന്നതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പൊ പി ഓർ ക്യൂ ഇസ് ഈക്വലന്റ് ടു ക്യൂ ഓർ പി. ഓർഡർ മാറ്റിയാലും ഈ ലോജിക്കൽ കണക്റ്റീവ്സിന്റെ വാല്യൂല് മാറ്റമൊന്നും വരുന്നില്ല. പി ഓർ ക്യൂവും ക്യൂ ഓർ പിയും ഒന്നാണ്. അതുപോലെ തന്നെ പി ആൻഡ് ക്യൂവും ക്യൂ ആൻഡ് പിയും ഒന്നാണ്. അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അപ്പൊ ഡിമോർഗൻസ് ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ. വെരിഫിക്കേഷൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ പഠിച്ചാൽ മതി. പി ഓർ ക്യൂ ഈസ് ഈക്വലന്റ് ടു ക്യൂ ഓർ പി, പി ആൻഡ് ക്യൂ ഈസ് ഈക്വലന്റ് ടു ക്യൂ ആൻഡ് പി. ഓർഡർ മാറ്റിയാലും ലോജിക്കൽ കണക്റ്റീവ്സിന്റെ വാല്യൂസിന് മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. എ പ്ലസ് ബിയും എ മൈനസ്, സോറി എ മൈനസ് ബി പറ്റില്ല, എ പ്ലസ് ബിയും എ ഇൻറ്റു ബി ഒക്കെ ചെയ്യുന്ന പോലെ അല്ലേ. ഓക്കെ, എഴുതി കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് ലോ നോക്കാം. അസോസിയേറ്റീവ് ലോസ്. എന്താണ് അസോസിയേറ്റീവ് ലോ? അറിയാം, ബ്രാക്കറ്റ് മാറ്റിയിട്ട് എഴുതുന്നതാണ് നമ്മൾ അസോസിയേറ്റീവ് ലോ എന്ന് പറയാം. അതായത് പി ഓർ ക്യൂ ഓർ ആർ എന്നുള്ളത് മൂന്നെണ്ണത്തിന്റെ ഓർ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആദ്യം പിന്റെയും ക്യൂവിന്റെയും ഓർ എടുക്കാം, എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ആറിന്റെ ഓർ എടുക്കാം. ബ്രാക്കറ്റ് അങ്ങോട്ട് മാറ്റി എഴുതാം. മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾക്ക് ഓർ എടുക്കാൻ വേണ്ടിയിട്ട്, ഓർ ഓപ്പറേറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് മൂന്നെണ്ണം കൂടെ ഒന്നിച്ചല്ല നമ്മൾ ചെയ്യുക, രണ്ടെണ്ണം വെച്ചാൽ ചെയ്യുക. അപ്പൊ അത് ഏത് രണ്ടെണ്ണം വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് ഈ പറയുന്നത്. ഓക്കെ, പി ഓർ ക്യൂ ഓർ ആർ ഈസ് ഈക്വൽ ടു പി ഓർ ക്യൂ ഓർ ആർ. സെയിം ആസ് നമ്മുടെ ആൻഡും, പി ആൻഡ് ക്യൂ ആൻഡ് ആർ ഇസ് സെയിം ആസ് പി ആൻഡ് ക്യൂ ആൻഡ് ആർ. രണ്ടും മൂന്നും കൂടെ ആൻഡ് എടുത്തിട്ട് അതിന്റെ കൂടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് എടുക്കുന്നതും, ഒന്നും രണ്ടും ആൻഡ് എടുത്തിട്ട് അതിന്റെ കൂടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് എടുക്കുന്നതും സെയിം ആണ്. ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ, കൺഫ്യൂഷൻസ് ഇല്ല. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ്.
എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് നോക്കൂ. പി ആൻഡ് ക്യൂ ആൻഡ് ആർ, സോറി പി ഓർ ക്യൂ ആൻഡ് ആർ. ഇവിടെ ഓർ ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ആൻഡ് എന്ന് പറയാം നമുക്ക്. അതുപോലെ തന്നെ രണ്ടാമത് ആൻഡ് ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ഓർ എന്നും പറയാം. അതായത് പി ഓർ ക്യൂ ആൻഡ് ആർ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും? ഈ പി ഈ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പിയുടെ കൂടെ ആരുണ്ടാവും? ഓറും കൂടെ ഉണ്ടാവും. പി ഓർ ക്യൂ ആൻഡ് ഇവിടെ ആൻഡ് ഉള്ളത് അവിടെ തന്നെ എഴുതുക, പി ഓർ ആർ. പി ഓർ ക്യൂ ആൻഡ് പി ഓർ ആർ. ഓക്കെ, അതാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇവിടെ ഓർ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ആൻഡ്. ഓർ ആൻഡിന്റെ മുകളിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. അടുത്തതും അതുപോലെ തന്നെ ഒന്ന് എഴുതി വെക്കൂ. എഴുതിയല്ലോ. പി ആൻഡ് ക്യൂ ഓർ ആർ ഇംപ്ലൈസ് പി ആൻഡ് ക്യൂ, ഈ ആൻഡ് ഇതിനകത്തേക്ക് പോകും, പി ആൻഡ് ക്യൂ ഓർ പി ആൻഡ് ആർ. ഓക്കെ, ഇവിടെ ആൻഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ഓർ എന്ന് പറയാം. ആൻഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ. കൺജങ്ഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ഡിസ്ജങ്ഷൻ. ആദ്യത്തേത് ഡിസ്ജങ്ഷൻ ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ കൺജങ്ഷൻ. ബുദ്ധിമുട്ടുകളില്ല, ഈസിയാണ് അല്ലേ? ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. ഇനിയും കുറച്ച് ലോയും കൂടെ ഉണ്ട്, ഓരോന്നോരോന്നായിട്ട് നോക്കിക്കോളൂ. ഇറ്റ് ഇസ് ഐഡംപൊട്ടന്റ് ലോസ് ആൻഡ് ഐഡന്റിറ്റി ലോസ്. നമുക്ക് ഐഡംപൊട്ടന്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓർ പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി തന്നെയാണ് അല്ലേ? പി ഓർ പി എന്ന് പറഞ്ഞാൽ പി ആണ്, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പൊ ട്രൂ ഓർ എടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? ട്രൂ തന്നെയല്ലേ കിട്ടുക. ഫോൾസ് പി ഫോൾസ് ആണെങ്കിൽ പിയും ഫോൾസ് അല്ലെ? പി ഫോൾസ് തന്നെ. അപ്പൊ എന്താണോ പി അത് തന്നെയാണ് പി ഓർ പി അല്ലെ? അപ്പൊ പി ഓർ പി ഇസ് ഇക്വലൻ ടു പി. പി ആൻഡ് പി ഇസ് അഗെയിൻ ഇക്വലൻ ടു പി. ആൻഡിന്റെയും കഥ ഇത് തന്നെയായിരിക്കും. P and P is same as P. Okay, this is called idempotent law. ആ പേര് ഓർത്തു വെക്കുക. പേരിൽ ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് അറിയാതിരിക്കരുത്. ഐഡംപൊട്ടന്റ് ലോ. P or P is equivalent to P. P and P is equivalent to P. Then identity law ആണ്. ഐഡന്റിറ്റി ലോയിൽ എന്തൊക്കെയാ പറയാൻ പറ്റുക നമുക്ക്? P or F. F എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാൾസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. F എന്ന് പറഞ്ഞാൽ ഫാൾസ്. ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. അതിന്റെ ഔട്ട്പുട്ട് വാല്യൂ നമുക്കറിയാം. അപ്പൊ P ഓർ ഫാൾസ് ആണെങ്കിൽ ഒബ്വിയസ്ലി അതിന്റെ വാല്യൂ ആരെ ഡിപ്പെൻഡ് ചെയ്യും? Pനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം P ഫാൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസും, P ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. അതുകൊണ്ട് P ഓർ ഫാൾസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഇറ്റ് ഇസ് ഈക്വലൻ ടു P. ഓക്കെ, P ആൻഡ് ട്രൂ എന്ന് പറഞ്ഞാലോ? ഇവിടെ ട്രൂ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇത് ട്രൂ ആണ് തന്നിട്ടുള്ളത്. ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, ആൻഡ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് P ആണ് തന്നിട്ടുള്ളത്. P ഫാൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ്, P ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ലോസ് എന്ന് പറയുന്നത്. P ഓർ ഫാൾസ് ഈസ് ഫാൾസ്. P ആൻഡ് ട്രൂ ഇസ് P. P ഓർ ഫാൾസ് ഇസ് P. P ആൻഡ് ട്രൂ ഇസ് P. ഓക്കെ, ഐഡന്റിറ്റി ലോ എന്ന് പറയും. ഓക്കെ, എഴുതിയല്ലോ. നെക്സ്റ്റ് വൺ, ഇൻവേഴ്സ് ലോസ്. എന്താണ് ഇൻവേഴ്സ് ലോസ്? P or negation P. P or negation P is always true. കാരണം P true ആകുമ്പോൾ negation P എന്താണ്? ഫാൾസ് ആണ്. ഇതിന്റെ ഓർ നമ്മൾ എടുത്താൽ ഒന്ന് ട്രൂ ഒന്ന് ഫാൾസ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ട്രൂ. ഇനി P ഫാൾസ് ആണെങ്കിൽ negation P ട്രൂ ആയിരിക്കും. therefore ഇതിന്റെ വാല്യൂ again ട്രൂ ആയിട്ടാണ് കിട്ടുക. P or negation P is true. ഇത് ടോട്ടോളജി എന്നും പറയാം കേട്ടോ. P or P. P or negation P is true. P or negation P is always true. P or negation P
ഓക്കെ. അതുപോലെ തന്നെ പി ആൻഡ് നെഗേഷൻ പി എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. പി ആൻഡ് നെഗേഷൻ പി, കാരണം പി ട്രൂ ആണെങ്കിൽ നെഗേഷൻ പി ഫാൾസ് ആണ്. ആൻഡ് വരുമ്പോൾ രണ്ടും ട്രൂ ആയിരിക്കണം, എന്നാലേ ട്രൂ ആവുള്ളൂ. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഓൾവേസ് ഫാൾസ്. അപ്പൊ ഇത് ഫാൾസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് പറയാം, ഇതൊരു ടോട്ടോളജി ആണെന്ന് പറയാം, ഇതൊരു കോൺട്രഡിക്ഷൻ ആണെന്ന് പറയാം. ഓൾവേസ് എ ടോട്ടോളജി, ഓൾവേസ് എ കോൺട്രഡിക്ഷൻ ആണ് ഇത് രണ്ടും കേട്ടോ. പഠിച്ചു വെച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് വൺ, നമ്മൾ നേരത്തെ ഐഡന്റിറ്റി ലോ പറഞ്ഞ പോലെ തന്നെയുള്ള ഡോമിനേഷൻ ലോസ് എന്ന് പറയും. ഐഡന്റിറ്റി ലോ പഠിച്ചപ്പോൾ നമ്മൾ രണ്ടും ഓറും ആൻഡും എടുത്തത് നമുക്ക് ആ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കിട്ടുന്ന പോലെയാണ് അല്ലെ. അതിന്റെ നേരെ റിവേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പി ഓർ ഫാൾസ് ആണ് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞത് ഐഡന്റിറ്റി ലോസിൽ. അവിടെ പി ആൻഡ് ട്രൂ ആണ് ഇവിടെ പറയാം, പി ഓർ ട്രൂ ആണ് പറയാൻ പോകുന്നത് ഡോമിനേഷൻ ലോയിൽ. പി ഓർ ട്രൂ. എന്താണ് പി ഓർ ട്രൂ എന്ന് പറഞ്ഞാൽ? ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, അപ്പോൾ ഒബിയസ്ലി ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇവിടെ പിയെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അതുപോലെ തന്നെ ആൻഡ് വരുന്ന കേസിൽ പി ആൻഡ് ഫാൾസ്, ഒരു സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. പി എന്ത് തന്നെ ആയാലും ഇതിന്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. ഇതും ഓൾവേസ് ടോട്ടോളജി, ഇത് ഓൾവേസ് കോൺട്രഡിക്ഷൻ ആണ് കേട്ടോ. ഓൾവേസ് ടോട്ടോളജി, ഓൾവേസ് കോൺട്രഡിക്ഷൻ ആണ് അത് രണ്ടും. അതും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. ഡോമിനേഷൻ ലോസ്, ഇൻവേഴ്സ് ലോസ്, ഡോമിനേഷൻ ലോസ്, ഐഡന്റിറ്റി ലോസ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ നിങ്ങൾ? ഇതൊക്കെ പഠിച്ചതല്ലേ? ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. കമ്പ്യൂട്ടർ സയൻസുകാർ എല്ലാവരും ഇത് പഠിച്ച ആൾക്കാരായിരിക്കും. ഓക്കെ. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് വൺ, അബ്സോർപ്ഷൻ ലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ലോ ആണ് അബ്സോർപ്ഷൻ ലോ. P or P and Q is equivalent to P. P and P or Q is equivalent to P. രണ്ടും P ആയിട്ട് ഈക്വലന്റ് ആണ്. ചെക്ക് ചെയ്ത് നോക്കാം നമുക്കത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. P Q false, 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 true, true, false, true and true. ഇനി P and Q എന്താ എടുക്കുന്നത് ഇവിടെ? ഇത് ഫാൾസ്, ഇത് ഫാൾസ്, ഇത് ഫാൾസ്, ഇത് ട്രൂ. ഓക്കെ. ഇനി പി ഓർ പി ആൻഡ് ക്യൂ എന്തായിരിക്കും വരിക? ഈ പി ആൻഡ് ക്യൂവും പിയും കൂടെ ഓർ ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഫാൾസ്, ഇവിടെയും ഫാൾസ്, ഇത് ട്രൂ, ഇത് ട്രൂ. എന്തിനോട് ഈക്വലന്റ് ആണ് നോക്കിക്കേ? പിയും പി ആൻഡ് പി ഓർ പി ആൻഡ് ക്യൂവും ഈക്വലന്റ് ആണ്. സെയിം ഔട്ട്പുട്ട് ആണ് വരുന്നത് അല്ലെ? ഓക്കെ. ഇതേപോലെ പി ഓർ ക്യൂ നോക്കൂ. പി ഓർ ക്യൂ എന്താ കിട്ടുക? പി ഓർ ക്യൂ ഇത് ഫാൾസ്, ബാക്കിയെല്ലാം ട്രൂ അല്ലെ? ഇനി പി ആൻഡ് പി ഓർ ക്യൂ എന്തായിരിക്കും? ആൻഡ് ആണ് എടുക്കുന്നത്. ഇത് ഫാൾസ്, ഇവിടെയും ഫാൾസ്, ഇത് ട്രൂ, ഇതും ട്രൂ. ഓക്കെ. ഇവിടുത്തെ പിയും ഇതും സെയിം ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അബ്സോർപ്ഷൻ ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? എഴുതിയോ ഇത്രയും? ഇത് വെറുതെ എഴുതി വെച്ചാൽ പോരാ, അത്യാവശ്യം നന്നായിട്ട് തന്നെ നോക്കണം, നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ഇത് എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം അല്ലെ? ഈ ഇക്വേഷൻസ് ഒക്കെ വെറുതെ നമ്മൾ പഠിച്ചു വെച്ചാൽ പോരല്ലോ. ഇത് എവിടെ നമ്മൾ യൂസ് ചെയ്യും? എവിടെ യൂസ് ചെയ്യാം? ഇതുപോലെയുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ്സ് P or Q and negation
sorry, negation of negation P and Q is equivalent to, ഇതിനോട് equivalent ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. P, Q, true, negation P ഏതാണ്? എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? ട്രൂത്ത് ടേബിൾ വെച്ച് ചെക്ക് ചെയ്യാം. ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കാം. അതൊന്നും ഇവിടെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇക്വേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അതും പ്രശ്നമുള്ള കാര്യമല്ല. എളുപ്പം പിയും ക്യൂ ഒക്കെ ആയതുകൊണ്ട് ട്രൂത്ത് ടേബിൾ ആയിരിക്കും. അങ്ങനെ ചെയ്യാം. ഇനി ട്രൂത്ത് ടേബിൾ ഇല്ലാണ്ട്, ട്രൂത്ത് ടേബിൾ നിങ്ങൾ ചെയ്ത് പോയിക്കോളൂ. ട്രൂത്ത് ടേബിൾ ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. പി ഓർ ക്യൂ ആൻഡ് negation of negation P and Q. ഓക്കെ, ഇവിടെ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിനോട് ഈക്വലന്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? P or Q ആൻഡ് ഇവിടെ നെഗേഷൻ കൊടുത്താൽ ഈ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് മാറും അല്ലെ? ഇറ്റ് ബിക്കംസ് P. ഇനി ഓർ സോറി ആൻഡ് ഓർ ആയിട്ട് മാറും, ഓർ ആൻഡ് ഈ Q നെഗേഷൻ Q ആയിട്ട് മാറും. ഡി മോർഗൻസ് ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്തത് അല്ലെ? ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ കാണാം. പി ഓർ നടുക്ക് ആൻഡ്. അപ്പൊ നമുക്ക് ആ പി ഓറിനെ പുറത്തേക്ക് എടുക്കാം. പി ഓർ ബാലൻസ് ഇവിടെ എന്താ കാണാം? ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ അല്ലെ? വിച്ച് ഇസ് ഈക്വലന്റ് ടു പി ഓർ എന്താണ്? ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ ആൻഡ് ആണ്. ഇറ്റ് ഇസ് ഒബിയസ്ലി ഫാൾസ് ആയിരിക്കും. therefore this value becomes p. ഇത് എന്തുമായിട്ട് ഈക്വലന്റ് ആണ്? പി ആയിട്ട് ഈക്വലന്റ് ആണ്. ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ട്രൂത്ത് ടേബിളും വരയ്ക്കാം. എന്ത് വേണേലും ചെയ്യാം, അത് കുഴപ്പമില്ല. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ നമുക്ക്. അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ എന്താ വെച്ചാൽ അത് 4 വാല്യൂസ് ചിലപ്പോൾ എല്ലാ കേസിലൊന്നും ശരിയാവണമെന്നില്ല. ഒരു വാല്യൂ പിക്കും ക്യൂക്കും കൊടുത്തു വെക്കാം. എന്നിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തിൻ്റെ ഔട്ട്പുട്ട് ആണെന്ന് നോക്കാം. അങ്ങനെ എഴുതാം. പക്ഷെ അത് അഡ്വൈസബിൾ അല്ല. കാരണം ചിലപ്പോൾ പിയുടെ വാല്യൂ സെയിം ആവുന്ന 1-2 ചിലപ്പോൾ സെയിം ആയിട്ട് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അഡ്വൈസിബിൾ അല്ല. അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട. ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. ഇക്വലന്റ് റൂൾസ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള റൂൾസ് ഒക്കെ അറിയാലോ അല്ലെ? ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഡി മോർഗൻസ് ലോ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്തു. ഇവിടെയോ ഈ ലോ എന്താ പറയുന്നത്? നമ്മൾ ഐഡന്റിറ്റി ലോയോ എന്തായിരുന്നു? ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ, പി ആൻഡ് നെഗേഷൻ പി, ഇൻവേഴ്സ് ലോ അല്ലെ? ഇൻവേഴ്സ് ലോ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് നമ്മൾ ഡിനോമിനേഷൻ അല്ലല്ലോ, ഡോമിനേഷൻ ലോ ആണെന്ന് പറഞ്ഞേ അല്ല, ഐഡന്റിറ്റി ലോ എന്ന് പറഞ്ഞു. ഐഡന്റിറ്റി ലോ പേരൊന്നും ചോദിക്കില്ല കേട്ടോ, എന്നാലും പറഞ്ഞു മാത്രം. ഓക്കെ, ഐഡിയ കിട്ടിയോ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം എന്നുള്ളതിന്? ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം ചെറുതായിട്ട്. ഇതേപോലെ തന്നെ ഒരു ചോദ്യം കൂടെ നോക്കും. 3ാമത്തെ ചോദ്യം. The statements negation, the statementsന്റെ ആവശ്യമില്ലല്ലോ, ലിസ്റ്റിന്റെ ആവശ്യമില്ല. Negation of negation P or Q and R or negation Q is equivalent to. ഇത് ഇക്വലന്റ് ആയിട്ടുള്ളത് ഏതിനോടാണ് എന്നാണ് ചോദ്യം. ചെക്ക് ചെയ്ത് നോക്കൂ. ട്രൂത്ത് ടേബിൾ വരയ്ക്കാം, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 6 കൂടെ ഉള്ളതുകൊണ്ട് 3 വാല്യൂസ് വരും. അത് ശ്രദ്ധിച്ചാൽ മതി. ട്രൈ നോക്കിയേ. negation of negation P or Q and R
ഓർ ഇവിടെ ഒരു ബ്രാക്കറ്റ് മിസ്സായി പോയിട്ടുണ്ട് അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, ഒരു ബ്രാക്കറ്റ് മിസ്സായി പോയിട്ടുണ്ട്. ഈ നെഗേഷൻ്റെ ഫ്രണ്ടിൽ ഒരു ബ്രാക്കറ്റ്, പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബാക്ക് ബ്രാക്കറ്റ് ഉണ്ട്. ഒറ്റ സെക്കൻഡ്. ഈ നെഗേഷൻ ഇതിന് രണ്ടിനും കൂടി ഉള്ളതാണ് കേട്ടോ. ഇവിടെ ഹിയർ വി ഹാവ് എ ബ്രാക്കറ്റ്, ഇവിടെയാണ് ഒരു ബ്രാക്കറ്റ് ഉള്ളത്. ഓക്കെ, negation of P or Q and R or negation Q. That is equivalent to, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. ഡി മോർഗൻസ് ലോ ഫസ്റ്റ് പുറത്ത് കാണുന്ന നെഗേഷൻ ബ്രാക്കറ്റിനകത്തേക്ക് കൊണ്ടുപോവാ. അപ്പൊ ഈ നെഗേഷനും കൂടെ പോസിറ്റീവ് ആയിട്ട് മാറും. P or Q and R എന്ന് കിട്ടും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ഇത് ആൻഡ് ആയിട്ട് മാറും. ആൻഡ് നെഗേഷൻ Q ആയിട്ട് മാറും. ഓക്കെ, ഇങ്ങനെ കിട്ടുമല്ലോ. യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്യാം. ഇതിൽ അസോസിയേറ്റീവ് ലോ എങ്ങനെ അപ്ലൈ ചെയ്യാം? ഒരേ സ്റ്റേറ്റ്മെന്റിന് അസോസിയേറ്റീവ് ലോ കൊടുക്കുക. ഇതിപ്പോൾ എ ആൻഡ് ബി ആൻഡ് സി. അപ്പം ഞാൻ ഈ ബ്രാക്കറ്റ് മാറ്റിയിട്ട്, ഈ എക്കും ബിക്കുള്ള ബ്രാക്കറ്റ് മാറ്റിയിട്ട് ഇവിടെ ഇടാൻ പോവാണേ. വിച്ച് ഇസ് ഈക്വൽ ടു പി ഓർ ക്യൂ, ഇതാണ് എ, പിന്നെ ഇവിടെ ആൻഡ് ഉണ്ട്, ഇതിന് ഞാൻ ബ്രാക്കറ്റ് ഇടുകയാണ് ആർ ആൻഡ് ക്യൂ, അസോസിയേറ്റീവ് ലോ. ഓക്കെ, അസോസിയേറ്റീവ് ലോ ഫോർ ആൻഡ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ഓക്കെ, അസോസിയേറ്റീവ് ലോ ഫോർ ആൻഡ്. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഞാൻ കമ്മ്യൂട്ടേറ്റീവ് ലോ യൂസ് ചെയ്യുകയാണേ. ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ലോ യൂസ് ചെയ്യുകയാണ്. ദിസ് ഇസ് ഈക്വൽ ടു പി ഓർ ക്യൂ ആൻഡ് ക്യൂ ആൻഡ് ആർ. ഓക്കെ, ട്രൂത്ത് ടേബിൾ വരച്ചാൽ ഇത്രയും ബുദ്ധിമുട്ടില്ല, എളുപ്പം ചെയ്യാൻ പറ്റും. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പതുക്കെ പറയുന്നത് കേട്ടോ. കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാം നമുക്ക്, ഇത്രയൊന്നും സമയം എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും. ഇനി അഗെയിൻ നമുക്കിവിടെ എന്ത് കാണാം, ആൻഡ് കാണാം. ആൻഡിൽ വീണ്ടും നമ്മൾ അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കും. ആൻഡിൽ വീണ്ടും അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കും. ഇവിടെ 3 ആൻഡ് ഉണ്ടല്ലോ, അതിൽ വീണ്ടും അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. ദിസ് ഇസ് പി ഓർ ക്യൂ ആൻഡ് ക്യൂ. ഇവിടെ ഈ ബ്രാക്കറ്റ് മാറ്റിയിട്ട് ഇവിടെ ഇതിന് രണ്ടിനും കൂടെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടു, ആൻഡ് ആർ. ഓക്കെ, ഇങ്ങനെ എഴുതി. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പി ഓർ ക്യൂ ആൻഡ് ക്യൂവിന് അവിടെ അബ്സോർപ്ഷൻ ലോ യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ച അബ്സോർപ്ഷൻ ലോ. അബ്സോർപ്ഷൻ ലോ എന്തായിരുന്നു? ഓക്കെ, പി ആൻഡ് പി ഓർ ക്യൂ ഇസ് പി അല്ലെ. പി ആൻഡ് പി ഓർ ക്യൂ ഇസ് പി. ഇവിടെ ക്യൂ ആൻഡ് ക്യൂ ഓർ പി എന്നാണ് വന്നിട്ടുള്ളത്. നോക്കണേ, നമ്മൾ പഠിച്ച അബ്സോർപ്ഷൻ ലോ ശ്രദ്ധിക്കുക. പി ആൻഡ് പി ഓർ ക്യൂ, അത് പി ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പഠിച്ചേക്കുന്നത് പി ആൻഡ് പി ഓർ ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു പി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നത് ക്യൂ ആൻഡ് ക്യൂ ഓർ പി. ഇത് എന്തിനോട് ഈക്വലന്റ് ആയിരിക്കും? ക്യൂവിനോട് ഈക്വലന്റ് ആയിരിക്കും. Therefore this statement is Q.
ക്യൂ ആൻഡ് ആർ. ഈ സ്റ്റേറ്റ്മെന്റ് ക്യൂ ആണ്, ക്യൂ ആൻഡ് ആർ ആണ് ഇവിടുത്തെ ആൻസർ വരിക. ക്ലിയർ ആണോ? കുറച്ച് പണിയുണ്ട് ചെയ്യാനായിട്ട്, ശ്രദ്ധിച്ചാൽ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡ്യുവാലിറ്റി സ്റ്റേറ്റ്മെന്റ്സും എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി എന്നുള്ളതാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. തൽക്കാലം ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ഡ്യുവാലിറ്റി എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാപോസിറ്റീവ്. അപ്പൊ അതോടെ നമ്മുടെ ഈ ഒരു ബേസിക് ലോജിക് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് തീരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി കളക്ട് ചെയ്യാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് ഒരു ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, റൈറ്റ്.